നിങ്ങൾ പൊളിച്ചത് നേരത്തെ ശരിയാക്കിയില്ലെങ്കിൽ ഇനി വന്നാൽ ഇവിടെ ഇടിച്ച വിടത്തുള്ളൂ ഇടി. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആറാട്ടുപുഴ പഞ്ചായത്തിലെ വലിയഴിക്കൽ തറൽക്കടവ് റോഡിൻ്റെ ശോചനീയാവസ്ഥയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നാട്ടുകാരുടെ പ്രതികരണങ്ങളൊന്ന് കണ്ടിട്ട് വരാം. അതുപോലെ തന്നെ ഞാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ച് ഇതിനെക്കുറിച്ച് തിരക്കുണ്ടായി. അപ്പോൾ അതിൻ്റെ വിവരണങ്ങൾ ഞാൻ കൂടെ ചേർക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് ആരുടെ ഭാഗത്താണ് ഈ റോഡ് ശരിയാകാത്തതിൻ്റെ കുഴപ്പമെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തേണ്ടതാണ്. ഇപ്പൊ ഈ റോഡ് ഇങ്ങനെ നടക്കാൻ വർഷങ്ങളായില്ലേ? അപ്പൊ നിങ്ങൾ ഇതിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നതല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വളരെ മോശം. ഇങ്ങോട്ടുണ്ടോ ഈ റോഡില്ലേ കുറെ കാലമായി പ്രകാശനം കാശ് കൊടുത്തിറക്കിയ ഗ്രാവെല്ലാം തോന്നി അയാളെ കടക്കാത്തോട്ട് വെള്ളം കയറാതിരിക്കാൻ. അതുകൊണ്ട് തൽക്കാലം അയാളെ രക്ഷപ്പെട്ടു. പക്ഷെ നമുക്ക് ഈ മഴക്കാലം ആകുമ്പോഴത്തേക്കും അല്ലാത്ത ദുരിതം എന്ന് പറയുന്നത് ദുരിതമല്ലത്. ദുരിതം എന്ന് പറഞ്ഞാൽ ഒറ്റവാക്കി തീർക്കാൻ പറ്റും. ദുരിതമല്ലത്, ഇത് ദുരന്തം. ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ നോട്ട് എത്ര നാളായി? ഈ റോഡ് പൊളിക്കാൻ വന്നപ്പോൾ പറയും പൊളിക്കണ്ടെന്ന് പറഞ്ഞു. പൊളിക്കണ്ട പറഞ്ഞു. ഞങ്ങൾ എങ്ങനെങ്കിലും കഴിഞ്ഞു പോകാം. നിങ്ങൾ പൊളിച്ചത് നേരത്തെ ശരിയാക്കിയില്ലെങ്കിൽ ഇനി വന്നാൽ ഇവിടെ ഇടിച്ച വിടത്തുള്ളൂ ഇടി. ഇപ്പൊ എത്ര നാളായി ഇപ്പൊ തുടങ്ങിയിട്ട് ഇപ്പൊ 4 മാസം കൂടുതലായി ഇത് പൊളിച്ചിങ്ങനെ. ആളെല്ലാം ചെലവാകുന്നു പറഞ്ഞു വീണ് കഴിവേറുക. വണ്ടി വരുന്ന ആൾക്കാർ പറഞ്ഞു വണ്ടിയുടെ ഉള്ള പെൺപിള്ളേരും ആൺപിള്ളേരും ബൈക്കാ വരുന്നതെന്ന് അല്ലാതെ അല്ല നടന്നു പോലും പോകാനൊക്കത്തില്ല. ഈ കിടക്ക് അവസ്ഥ. അവൻ ഉടനെ പറഞ്ഞു വിളിട്ട് ഉടനെ ചെയ്യാമെന്ന് പറഞ്ഞവൻ. ഇവിടെ ഇത് പിടിച്ചവൻ കോൺട്രാക്ട്. റോഡിന്റെ അവസ്ഥ എന്താണ്? റോഡിന്റെ അവസ്ഥ വളരെ കുഴിയാണ്. ആളുകൾക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. ഇതിലെ വണ്ടി വരുന്നവരുടെ അവസ്ഥ മിക്കവാറും ചിലർക്ക് വീഴുകയാണ്. മിക്കവാറൊക്കെ വെള്ളത്തിലാണ്. ഇത് എത്ര വർഷമായി ഇങ്ങനെ ഈ റോഡ് ഇങ്ങനെ നടക്കാൻ? റോഡ് കിടക്കാൻ 1.5 വർഷത്തിൽ മേളായി. ഇപ്പൊ പൊളിച്ച് ഇപ്പൊ തൽക്കാലത്തേക്ക് എന്താ കൊണ്ടിട്ടതല്ലേ ഇത്? അതെ അതെ. അപ്പൊ ഇതില് വണ്ടി വരുന്നവരുടെ അവസ്ഥ വളരെ മോശം. വളരെ മോശം.